नमस्कार मोदी जी, थोड़ा सा घबरा गए क्या? नॉर्मली आप बंद कमरों में अदानी जी अंबानी जी की बात करते हो, पहली बार आपने पब्लिक में अदानी अदानी अंबानी बोला। और आपको यह भी मालूम कि ये टेम्पो में पैसा देते हैं। क्या ये आपका पर्सनल एक्सपीरियंस है क्या? അംബാനി അദാനി ഇടപാട് പരാമർശത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ആഞ്ഞടിച്ച് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. നരേന്ദ്രമോദി പേടിച്ചിരിക്കുകയാണെന്നും അതിനാലാണ് ഇത്തരത്തിൽ സമനില തെറ്റി പ്രതികരിക്കുന്നതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. വീഡിയോ സന്ദേശത്തിലൂടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി എന്തുകൊണ്ടാണ് അംബാനി അദാനിമാരെക്കുറിച്ച് സംസാരിക്കാത്തത് എന്നായിരുന്നു മോദിയുടെ ചോദ്യം. ഇതിന് പിന്നാലെയാണ് വീഡിയോ സന്ദേശവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തിയത്. നമസ്കാരം മോദിജി, നിങ്ങൾക്ക് പേടിയുണ്ടോ? സാധാരണയായി നിങ്ങൾ അംബാനി അദാനി എന്നിവരെക്കുറിച്ച് അടഞ്ഞ വാതിലിന് പിന്നിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായി അംബാനി അദാനി എന്ന് പരസ്യമായി പറഞ്ഞു എന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പരിഹാസം. नमस्कार मोदी जी, थोड़ा सा घबरा गए क्या? नॉर्मली आप बंद कमरों में अदानी जी अंबानी जी की बात करते हो, पहली बार आपने पब्लिक में अदानी अदानी अंबानी बोला। और आपको यह भी मालूम कि ये टेम्पो में पैसा देते हैं। क्या ये आपका पर्सनल एक्सपीरियंस है क्या? एक काम कीजिए, सीबीआईडी को इनके पास भेजिए ना, पूरी जानकारी करिए, इंक्वायरी कराइए, जल्दी से जल्दी कराइए, घबराइए मत मोदी जी। और मैं देश को फिर से दोहरा के कह रहा हूं, जितना पैसा नरेंद्र मोदी जी ने इनको दिया है ना, उतना ही पैसा हम हिंदुस्तान के गरीब लोगों को देने जा रहे हैं। महालक्ष्मी योजना, पहली नौकरी पक्की योजना, इन योजनाओं के माध्यम से करोड़ों लाखपति बनाएंगे हम। इन्होंने 22 अरबपति बनाए हैं, हम करोड़ों लाखपति बनाएंगे। അവർ ടെമ്പോകളിൽ പണം നൽകുന്നവരാണെന്ന് നിങ്ങൾക്കറിയാമെന്നും അത് നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവമാണോ എന്നും രാഹുൽ തിരിച്ചടിച്ചു. അങ്ങനെയെങ്കിൽ ഈ രണ്ടുപേർക്കുമെതിരെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയും CBIയെയും അയക്കണമെന്നും രാഹുൽ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടു. എത്രയും വേഗം ഇവർക്കെതിരെ അന്വേഷണം നടത്തണമെന്നും രാഹുൽ ആവശ്യപ്പെട്ടു. താൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഈ വ്യവസായികൾക്ക് നരേന്ദ്രമോദി എത്ര പണം നൽകി, അതേ തുക കോൺഗ്രസ് രാജ്യത്തെ പാവപ്പെട്ടവർക്ക് നൽകും. BJP 22 കോടിപതികളെയാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ കോടിക്കണക്കിന് പേരെ കോടീശ്വരന്മാരാക്കും, രാഹുൽ ഗാന്ധി പറഞ്ഞു. തെലുങ്കാനയിൽ ഒരു റാലി അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു രാഹുൽ. താൻ തെലുങ്കാന മണ്ണിൽ നിന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അംബാനി അദാനിയിൽ നിന്ന് എത്ര തുക പിരിച്ചെടുത്തെന്ന് രാഹുൽ ഗാന്ധി പറയട്ടെ. ടെമ്പോലോഡ് നോട്ടുകൾ കോൺഗ്രസിൽ എത്തിയോ? എന്ത് ഇടപാടിലാണ് എത്തിയിരിക്കുന്നത്? അംബാനി അദാനിമാരെ അധിക്ഷേപിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് നിർത്തിയോ എന്നായിരുന്നു മോദിയുടെ ചോദ്യം. ഇവർക്കിടയിൽ ഒരു രഹസ്യ ഇടപാട് നടന്നിരിക്കാമെന്ന സംശയമുണ്ടെന്നും മോദി പറഞ്ഞിരുന്നു. ഇക്കാലം അത്രയും അംബാനി അദാനി എന്ന് പറഞ്ഞിരുന്നയാൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അംബാനിയെയും അദാനിയെയും ചീത്ത വിളിക്കുന്നത് നിർത്തിയെന്ന് നരേന്ദ്രമോദി ആവർത്തിച്ചു. ഇതിനു മുൻപ് പലപ്പോഴും മോദിയുടെ അംബാനി അദാനി കൂട്ടിക്കെട്ടിനെ രാഹുൽ വിമർശിച്ചിട്ടുണ്ട്. किसी भी पार्टी ने ऐसा काम किसी भी देश में नहीं किया। हम करोड़ों महिलाओं के बैंक अकाउंट में साल का 1 लाख रुपया डालने जा रहे हैं भाई और बहनों। ये जो हमारी बहनें आई हैं, इनके खाते में हर महीना 8,500 रुपए खटाखट 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 खटाखट, साल का 1 लाख। और भाई और बहनों, उस दिन तक पैसा जाएगा जब तक ये परिवार गरीबी रेखा से नीचे रहेंगे। जिस दिन गरीबी रेखा से ऊपर आ गए, तब बैंक अकाउंट में पैसा आना बंद होगा। उस दिन तक चाहे 1 साल लगे, 2 लगे, 3 लगे, 5 लगे, 7 लगे, उस दिन तक हर महीने खटाखट 8,500 रुपए, खटाखट खटाखट खटाखट, साल के 1 लाख रुपए। 1 लाख मतलब करोड़ों महिलाओं को लाखपति बना रहे हैं हम। अगर वो अरबपतियों को करोड़ों रुपए दे सकते हैं, हम करोड़ों महिलाओं को लाखों रुपए दे सकते हैं। वाह। എന്നാൽ ഇന്നലെയും രാഹുൽ ഗാന്ധി BJPയും വ്യവസായ പ്രമുഖരും തമ്മിലുള്ള ബന്ധം തൻ്റെ പ്രചാരണ യോഗങ്ങളിൽ എടുത്തു പറഞ്ഞിരുന്നു. മോദി ചെയ്യുന്നതെന്തും ശതകോടീശ്വരന്മാർക്ക് വേണ്ടിയാണ്. അദാനി അംബാനി തുടങ്ങിയ 22-25 സുഹൃത്തുക്കളാണ് അദ്ദേഹത്തിനുള്ളത്. എന്ത് ജോലിയും ചെയ്യുന്നത് അവർക്ക് വേണ്ടി മാത്രമാണ് എന്നൊക്കെയായിരുന്നു രാഹുലിൻ്റെ പ്രധാനമന്ത്രിക്കെതിരായ പ്രധാന വിമർശനങ്ങൾ.